ഇന്ത്യൻ ഭൂപ്രദേശങ്ങളുടെ ചിത്രം ഉൾപ്പെടുത്തി 100 രൂപ നോട്ട് പുറത്തിറക്കാനുള്ള നേപ്പാളിന്റെ നീക്കത്തിൽ പ്രതികരിച്ച് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നേപ്പാളിന്റെ നീക്കം സ്ഥിതിഗതികളിലോ യഥാർത്ഥ വസ്തുതകളിലോ മാറ്റം വരുത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ്. നേപ്പാളുമായുള്ള അതിർത്തി വിഷയങ്ങളിൽ ഔദ്യോഗിക തലത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. അതിനിടെ അവർ അവരുടെ ഭാഗത്തുനിന്ന് ഏകപക്ഷീയമായ ചില നീക്കങ്ങൾ നടത്തുകയാണെന്ന് ജയശങ്കർ പറഞ്ഞു. വെള്ളിയാഴ്ചയാണ് ലിപുലേഖ്, ലിംബിയാധുര, കാലാപാനി എന്നിവ നേപ്പാളിന്റെ ഭാഗമായി ചിത്രീകരിക്കുന്ന ഭൂപടം ഉൾപ്പെടുത്തി പുതിയ 100 രൂപ നോട്ട് പുറത്തിറക്കുമെന്ന് നേപ്പാൾ സർക്കാർ പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി പുഷ്പകമൽ ദഹാൽ പ്രചണ്ഡയുടെ നേതൃത്വത്തിൽ മന്ത്രിസഭാ യോഗം ചേർന്നതിന് പിന്നാലെയായിരുന്നു പ്രഖ്യാപനം. 100 രൂപ നോട്ട് റീഡിസൈൻ ചെയ്യാനും പശ്ചാത്തലത്തിൽ നൽകിയിരുന്ന പഴയ ഭൂപടം മാറ്റാനുമായിരുന്നു യോഗത്തിൽ തീരുമാനിച്ചതെന്ന് പ്രചണ്ഡ സർക്കാരിന്റെ വക്താവ് രേഖ ശർമ്മ അറിയിച്ചു. 2020 ജൂൺ 18-ന് ഭരണഘടന ഭേദഗതി ചെയ്ത് നേപ്പാൾ അവരുടെ രാഷ്ട്രീയ ഭൂപടം പുതുക്കിയിരുന്നു. ഇന്ത്യയുടെ തന്ത്രപ്രധാന പ്രദേശങ്ങളായ ലിപുലേഖ്, ലിംബിയാധുര, കാലാപാനി എന്നിവ കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു ഇത്. നേപ്പാളിന്റെ നടപടിയെ ഏകപക്ഷീയമെന്നും കൃത്രിമ വിപുലീകരണമെന്നും വിമർശിച്ച ഇന്ത്യ നീക്കത്തെ സാധൂകരിക്കാനാകില്ലെന്നും പറഞ്ഞിരുന്നു. 1850 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ളതാണ് ഇന്ത്യ സിക്കിം അതിർത്തി. സിക്കിം, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളാണ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നത്. 2019-ൽ ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ കാണിക്കുന്ന പരിഷ്കരിച്ച രാഷ്ട്രീയ ഭൂപടം ഇന്ത്യ പ്രസിദ്ധീകരിക്കുന്നതുവരെ പ്രശ്നം നിയന്ത്രണത്തിലായിരുന്നു. ആ സമയത്ത് ഇന്ത്യ കാലാപാനി പിത്രാഖഡ് ജില്ലയുടെ ഭാഗമായി കാണിച്ചു. ഇത് ന്യൂഡൽഹിക്കെതിരെ ശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ നേപ്പാളിനെ പ്രേരിപ്പിച്ചു. 6 മാസത്തിനു ശേഷം നേപ്പാളിന്റെ പാർലമെന്റിന്റെ ഉപരിസഭ ഏകകണ്ഠമായി രാജ്യത്തിന്റെ പുതിയ രാഷ്ട്രീയ ഭൂപടം അതിന്റെ ദേശീയ ചിഹ്നത്തിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കി. ലിപുലേഖ് ചുരത്തെ ഉത്തരാഖണ്ഡിലെ ധാർചുലയുമായി ബന്ധിപ്പിക്കുന്ന 80 കിലോമീറ്റർ നീളമുള്ള തന്ത്രപ്രധാനമായ റോഡ് 2020 മെയ് മാസത്തിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തതോടെയാണ് ഇന്ത്യ നേപ്പാൾ ഉഭയകക്ഷി ബന്ധം വഷളായത്. പാതയുടെ ഉദ്ഘാടനത്തോടെ നേപ്പാൾ രൂക്ഷമായി പ്രതികരിച്ചു. നേപ്പാൾ പ്രദേശം റോഡ് പൂർണ്ണമായും തങ്ങളുടെ അതിർത്തിക്കുള്ളിലാണ് എന്ന അവകാശവാദം ഇന്ത്യ നിരസിക്കുകയായിരുന്നു. പ്രാദേശിക അവകാശവാദങ്ങൾ കൃത്രിമമായി വർദ്ധിപ്പിക്കരുതെന്ന് ഇന്ത്യ നേപ്പാളിനോട് കർശനമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിർത്തി തർക്കം കാരണം സ്തംഭിച്ച ഉഭയകക്ഷി വിനിമയങ്ങൾ 2020-ന്റെ അവസാനത്തിൽ ഉയർന്ന തലത്തിലുള്ള സന്ദർശനങ്ങളിലൂടെ പുനഃസജ്ജമാക്കി. ഹിമാലയൻ രാജ്യത്തിന്റെ മുൻകൂട്ടി സുഹൃത്തും വികസന പങ്കാളിയും തങ്ങളെ തന്നെയാണ് കാണുന്നത് എന്ന് ന്യൂഡൽഹി ഊന്നിപ്പറഞ്ഞു. 2020 നവംബറിൽ മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷ് വർദ്ധൻ ശൃംഖലയുടെ ആദ്യ സന്ദർശനത്തോടെയാണ് ഇത് ആരംഭിച്ചത്. അവിടെ അദ്ദേഹം മുൻ നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയെ കണ്ടു. ലിപുലേഖ്, കാലാപാനി, ലിംബിയാധുര പ്രദേശങ്ങൾ നേപ്പാളി പ്രദേശത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്താതെയും ഇന്ത്യൻ പ്രദേശത്ത് ഉൾപ്പെടുത്താതെയും ചൈന പ്രസിദ്ധീകരിച്ച പുതിയ ഭൂപടത്തിൽ നേപ്പാൾ കഴിഞ്ഞ വർഷം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. 2020-ലെ ഭൂപടത്തെ നമ്മുടെ അയൽക്കാരും അന്താരാഷ്ട്ര സമൂഹവും ബഹുമാനിക്കണമെന്ന് അസന്ദിഗ്ധമായി വിശ്വസിക്കുന്നതായിട്ടാണ് നേപ്പാൾ സർക്കാർ പറഞ്ഞത്.